നമസ്കാരം. മൊട്ടച്ചേട്ടൻ്റെ വീഡിയോകൾ ഡെയിലി 2ഉം 3ഉം വെച്ച് വരികയാണ്. ചളി തമാശകൾ വല്ലാതെ ബോറടിക്കുന്നു മൊട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളികളും മെസ്സേജുകളും ഇഷ്ടം പോലെ വരികയാണ്. ഇന്നലെ ഞാനിട്ട ഡ്രൈവിങ്ങിൻ്റെ ആ വീഡിയോ ഏകദേശം 9,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞു. പക്ഷെ അവിടെ വന്നിരിക്കുന്ന കമൻറ്റും ലൈക്കും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സങ്കടം തോന്നും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. അപ്പം നിങ്ങളിത് കാണുന്നുണ്ട്, ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു കമൻറ്റ് തരാൻ ഇത്രയും മടിയാണോ നിങ്ങൾക്ക്? അത് ശരിയല്ല. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും എനിക്ക് കുറേ ആൾക്കാർ ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്ലാത്ത ഏറെ ആൾക്കാർ, 97% ആൾക്കാരും ഇത് കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. അപ്പം ഒന്ന് ഓർക്കുക, ഒരാളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വീഡിയോ ഉണ്ടായി വരാൻ കുറേ ദിവസങ്ങൾ എടുക്കുകയാണ്. എന്താണെങ്കിലും ചളി തമാശകൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കമൻറ്റ് വന്നുകൊണ്ട് വരിൽ ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. മെഡിറ്റേഷൻ അഥവാ ധ്യാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കാണാം, പ്രാക്ടീസ് ചെയ്യാം, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കുക. നിവർന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ബാക്കിൽ ഒരു തലയണ വല്ലതും വയ്ക്കാം, അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. മൊബൈൽ സൈലൻറ്റ് മോഡിൽ വയ്ക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഏത് സമയം ഏത് സ്ഥലം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ഞാൻ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്റ്റെപ്പുകൾ പറയും. ആ സ്റ്റെപ്പുകൾ പറഞ്ഞതിന് ശേഷം അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യും. മ്യൂസിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊട്ടച്ചേട്ടൻ്റെ സംസാരിക്കുന്നതായിരിക്കില്ല, ആ വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ മുഴുവൻ കാണാം, ചെയ്യാം. അല്ലെങ്കിൽ വിട്ടോളൂ, എനിക്ക് ആരും വിരോധമില്ല. എന്താണെങ്കിലും മൊട്ടച്ചേട്ടൻ്റെ ഈ ചളി തമാശകൾക്ക് ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് കൊടുത്തുകൊണ്ട്, എന്നാൽ ഞാൻ തിരിച്ചു വരില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അതൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയ ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്താണേലും ഞാൻ സ്റ്റെപ്പുകൾ ഇപ്പോൾ 1 by 1 ആയിട്ട് വരും. നിറഞ്ഞ സ്നേഹത്തോടുകൂടി മൊട്ടച്ചേട്ടൻ. തമാശകൾക്ക് ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് കൊടുത്തുകൊണ്ട്, എന്നാൽ ഞാൻ തിരിച്ചു വരില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അതൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പുതിയ ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എന്താണേലും ഞാൻ സ്റ്റെപ്പുകൾ ഇപ്പോൾ 1 by 1 ആയിട്ട് വരും. നിറഞ്ഞ സ്നേഹത്തോടുകൂടി മൊട്ടച്ചേട്ടൻ. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സൗകര്യപ്രദമുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരെ വെച്ചിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് തലയിണ സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. കൈകൾ രണ്ടും യോഗ സ്റ്റൈലിൽ ഇങ്ങനെ വയ്ക്കുക. അത് തുടയിൽ വലതുവശത്തായിട്ടായിട്ട് ഇങ്ങനെ തുടയിൽ വയ്ക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിവിടത്തോളം നമ്മളുടെ ശ്രദ്ധ എവിടെ വേണം? നമ്മളുടെ ശ്വാസത്തിലാണ്. അതായത് ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിൻ്റെ ആ തണുപ്പും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെ ആ ചൂടും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അപ്പം നമ്മളുടെ ശ്രദ്ധ മാറില്ല. ഉദാഹരണത്തിന് കാണിച്ചു തരാം. 1 എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് 2 എന്ന് പുറത്തേക്ക് വിടുക. അപ്പോൾ അതങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാം. 1, 2. ഒരിക്കൽ കൂടെ പറയുന്നു. ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസത്തിൻ്റെ ആ തണുപ്പ് അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെ ചൂടും അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. മൊട്ടച്ചേട്ടൻ ഓൺ മെഡിറ്റേഷൻ. നമസ്കാരം. ഞാൻ മൊട്ടച്ചേട്ടൻ. നമ്മൾ ആരംഭിക്കുകയായി. മെഡിറ്റേഷൻ, ധ്യാനം. 1, 2, 3, 4, 5, 6, 7, 8,
സുഹൃത്തെ, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നു. ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസത്തിൻ്റെ തണുപ്പും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിൻ്റെ ചൂടും അറിഞ്ഞു ചെയ്യുക. മുട്ടസേട്ടെ.